മൂന്നാം NDA സർക്കാരിലെ മന്ത്രിമാർ ചുമതല ഏറ്റെടുത്തു തുടങ്ങി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അടക്കമുള്ള ക്യാബിനറ്റ് മന്ത്രിമാർക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരും ചുമതലയേറ്റു. ഇന്ധനവില വർധന പരിഹരിക്കാൻ പെട്രോളിയം പര്യവേഷണ സാധ്യതകൾ തേടണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വിമർശനത്തിനല്ല നിൽക്കുന്നത്. ഇന്നത്തെ സ്റ്റാറ്റസ് കോ എന്തോ അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ് കോ ഒരു 5 വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം. അതിന് ആരുടെയൊക്കെ ഉപദേശം ആവശ്യമാണോ അത് സ്വീകരിക്കും. കേരളത്തിൽ നിന്ന് ടൂറിസം DGs ആയിട്ട് ഇരുന്നിട്ടുള്ള കേരള കാഡറിലുള്ളവർ മലയാളികൾ, അങ്ങനെയുള്ള ഒരു 4-5 പേരെ കൊണ്ടുവന്ന് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കും. എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ഏരിയാസ്, പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന ഇതുവരെ തൊടാത്ത മേഖലകളേത്, അത് അന്വേഷിക്കും. ശരത് KCC വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന്. ശരത്ത്, ഇന്നിപ്പോൾ ഏതൊക്കെ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാർ ഒപ്പം കേരളത്തിലെ 2 സഹമന്ത്രിമാർ ചുമതല ഏറ്റെടുത്തു? ബിനിൽ, 20-ലേറെ ക്യാബിനറ്റ് മന്ത്രിമാർ ഇതിനോടകം തന്നെ അവരുടെ മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഇന്ന് ആദ്യം സൗത്ത് ബ്ലോക്കിലെത്തി ചുമതല ഏറ്റെടുത്തത്. അതിന് പിന്നാലെ പ്രധാനപ്പെട്ട മറ്റ് വകുപ്പുകളിലെ മന്ത്രിമാരും ചുമതല ഏറ്റെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിലെത്തി അവർ പദവി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒഡീഷയിലേക്ക് പുറപ്പെട്ടതിനാൽ ഇതുവരെ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2 സഹമന്ത്രിമാർ, ഈ 2 സഹമന്ത്രിമാരും ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി രാവിലെ 10:30 പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെത്തി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. അതിനുശേഷം ടൂറിസം മന്ത്രാലയത്തിലെത്തി അവിടെ അദ്ദേഹത്തിന്റെ പദവിയും ഏറ്റെടുത്തു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഈ എണ്ണവില വർധന പരിഹരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പര്യവേഷണം നടത്തുന്നതടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കും എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് ടൂറിസം രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരവും കഴിഞ്ഞ തവണ നടന്ന വിവാദങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ അപകടരഹിതമായ പൂരപ്രേമികൾക്ക് ഏറ്റവും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തൃശൂർ പൂരം നടത്തുമെന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോർജ് കുര്യനും ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷറീസ് മന്ത്രാലയത്തിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. അല്പസമയത്തിനകം ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ചുമതല കൂടി അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്യും. ഓക്കെ, വ്യക്തമാണ്. കേരളത്തിൽ നിന്നുള്ള 2 സഹമന്ത്രിമാർ ഉൾപ്പെടെ ഭൂരിഭാഗം ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്.